ഹലോ ഗേഴ്സ്, ഞാൻ ഇപ്പോൾ വന്നത് ഇവിടെ ഭയങ്കര പന്നി ശല്യം കേട്ടോ. അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി ഞാൻ ഇച്ചിരി ആഹാരം കഴിച്ചിട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒരു വലിയ പന്നി വന്നിരിക്കണം. അങ്ങനെ ആ പന്നിയെ കണ്ടായിരുന്നു. അപ്പോഴേ തന്നെ ഞാൻ മൊബൈലെടുത്ത് വീഡിയോ പിടിക്കാനായിട്ട് ശ്രമിച്ചു കേട്ടോ. നടന്നില്ല, ഇരുട്ടായതുകൊണ്ടെന്നല്ല, ഇവിടെ ഈ വാതിലിൽ നിന്ന് പിടിച്ചാൽ ഈ കാടായതുകൊണ്ട് കിട്ടൂല. ലൈറ്റ് അടിക്കുമ്പോഴത്തേന് പന്നികളങ്ങ് പൊക്കളായി. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയും പോലെ ഞാൻ പിടിക്കാൻ നോക്കി. സംഭവം നടന്നില്ല. പക്ഷേ ലൈറ്റ് ഓടത്തിൽ ഓടി അങ്ങ് അപ്പുറത്തെ ഉള്ളതിൽ അങ്ങ് പൊക്കളഞ്ഞ് അങ്ങനെ എനിക്ക് പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ കിടന്നതിനൊക്കെ ശേഷം രാത്രി 10 മണിക്ക് ശേഷം നല്ല ഉറക്കമായപ്പോഴത്തേന് ആശാന്മാർ വന്നു. തോനെ പന്നികൾ ഇറങ്ങാതെ അതുകൊണ്ട് ഈ കാട് കണ്ടോ, അടുത്ത വിളയും. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ഈ പാത്രമൊക്കെ കഴുകി ഒഴിക്കുന്ന വെള്ളവും ഇതൊക്കെ ഇങ്ങോട്ട് വീഴുന്നുണ്ട്. കണ്ടോ, അധികം എച്ചിലൊന്നും ഇങ്ങോട്ട് ഇടൂല, എന്നാലും പാത്രമൊക്കെ കഴുകി ഒഴിക്കുന്ന വെള്ളം ആയതുകൊണ്ട് നല്ല വളമുള്ള മണ്ണാണ്. അങ്ങനെ പന്നി കണ്ടോ കുഴി എടുത്ത് വെച്ചേക്കാണ്, കുഴിച്ചിട്ട് പോയി. എന്തോ നടാനാണെന്ന് തോന്നണം, ആയിരിക്കാം. നമുക്ക് ചെടി ചിലപ്പോൾ ഇവിടെ മുളക് ഇതായി പാവി വെച്ചിട്ടുണ്ട്, അതെടുത്ത് നട്ടിട്ട് പോകുമായിരിക്കും. എങ്കിൽ ഞാൻ രക്ഷപ്പെട്ട്, എനിക്ക് നടണ്ടല്ലോ. പിന്നെ കുറച്ച് മുളക് ഇതാ ഇവിടെ പാവി പൊടിച്ചങ്ങനെ നിൽക്കുകയാണ് സുന്ദരികളായിട്ട്. വേറെ ഇപ്പം ഈ മഴ ആയതുകൊണ്ട് നടത്തില്ല കേട്ടോ. ഇവിടെ നട്ട് കഴിഞ്ഞാലേ ഭയങ്കര വെള്ളമാണ്, ഒലിപോലെ വെള്ളമാണ്, ഊറ്റാണോ ഇങ്ങനെ, നടത്തില്ല. അങ്ങനെ ഈ ഡിഷിൽ തന്നെ അങ്ങ് വെച്ചേക്കുകയാണ്. എന്നാൽ കുറേയൊക്കെ മാറ്റി നട്ട് കുറച്ചൊക്കെ ഇവിടെ മാറ്റി നട്ട് 5-6 കുഴിയൊക്കെ എടുത്ത് ഇവിടെ അപ്പുറത്തെ ഫ്രണ്ടിൽ എന്താ ഈ 2 തൈ അങ്ങോട്ട് അച്ച് നട്ടിട്ടുണ്ടേ. നട്ട് പൊടിച്ച് വരികയാണ്. അയാൾ ഇത്തിരി ആട്ടും കാട്ടമൊക്കെ ഇട്ട്, ആട്ടും ചെടിയൊക്കെ ഇട്ട് വരാൻ വേണ്ടി. ഞാൻ ഇവിടെ നോക്കിക്കൊണ്ടിരുന്നതേ ഉള്ളൂ. അയാളെ എന്നെ കുഴിയെടുത്ത് അയാളെ എന്നെ നട്ടു. കണ്ട, ഇനിയുണ്ട് അങ്ങ് ബാക്ക് സൈഡിലുണ്ട്. അവിടെ ആ വെള്ളം വന്നിറങ്ങുന്നിടത്തും ഉണ്ട്. പിന്നെ അയാന്ന് ഇട്ട് വെച്ച് അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഈ വിളയിൽ അപ്പുറത്തോട്ടൊക്കെ നടാം. അങ്ങോട്ടൊന്ന് ഭയങ്കര കാട് ചെടികൾ ഇവിടെയൊക്കെ പോയി നടാൻ കാട് ചെത്തിയാലേ പറ്റില്ല. എന്നെ നന്നായിട്ടിട്ട് കളയ്ക്കാനും അങ്ങനെയൊന്നും പറ്റൂല. ചെയ്യാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്യത്തില്ല. ചെയ്യുമായിരുന്നു, പണ്ടൊക്കെ ചെയ്യുമായിരുന്നു. കളയ്ക്കാൻ കൊട്ടയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മാട്ടിക്കൊക്കെ കൊത്തിപ്പറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് പൊടിപ്പിച്ച് തക്കാളി, പച്ചമുളക് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതിനൊക്കെ ഉള്ള സാധനങ്ങളും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. നമ്മാട്ടിയും കുന്താനിയൊക്കെ ഉള്ളു. അതൊക്കെ അയാളെ കൊണ്ടേ പറ്റുള്ളൂ, മതി പറിക്കാനും കുത്തിപ്പറിക്കാനും. എനിക്ക് നോക്കിക്കൊണ്ടിരിക്കാനൊക്കെ പറ്റൂ സംഭവം. എന്നെ അങ്ങനെ നട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് മുളക് തൈയൊക്കെ നട്ടിട്ടുണ്ട് ഇവിടെ. പ്രത്യേകത വന്നത് ഇത്രേ ഉള്ളൂ. ഇന്ന് പിന്നെ മഴ, സാധാരണ എല്ലായിടും മഴ ആണല്ലോ ഇപ്പം, പൊതുവേ മഴ. അപ്പം മഴ ആയതുകൊണ്ട് ഒരു അല്ലായ്മ, പിന്നെ പനി, ചുമ അങ്ങനെയുള്ള അസുഖങ്ങൾ കുറച്ച് ദിവസം കൊണ്ടേ വയ്യ. പനിയൊക്കെ ആയിട്ട് ശ്വാസം മുട്ടും പനിയും അങ്ങനെ കാര്യങ്ങളായിട്ടൊക്കെ ഇരിക്കുകയാണ്. മരുന്നൊക്കെ കഴിച്ച് കുറവ് ഉണ്ടെന്ന് തീർത്ത് പറയാൻ പറ്റില്ല, പക്ഷെ കുറവുണ്ട്. മൊത്തം തീർത്ത് കുറഞ്ഞില്ല. ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണേയുള്ളൂ. പനിയല്ലേ, പനിയും ചുമയല്ലേ, പെട്ടെന്നൊന്നും ഒട്ടും മാറുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞില്ലേ, കുറേ ചെടികൾ പൂവുകളൊക്കെ വിരിഞ്ഞിരിക്കണേട്ടാ, നല്ല ഭംഗിയല്ലേ. ഈ പൂവ് കാണാൻ എൻ്റെ ചിത്രശലഭമൊക്കെ വന്നിരുന്നു. പൂവിൽ തേനൊക്കെ കുടിക്കുന്നു. പിന്നെ പറയാൻ റബ്ബറിൽ കാട് വളർന്നു, അത്രേ ഉള്ളൂ. പിന്നെ രസമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ രാവിലെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇരിക്കും, എങ്ങും പോകുന്നില്ല. എതിർച്ചയിൽ കടയിലോ വല്ലതൊക്കെ പോവുകയുള്ളൂ. ഞാൻ ഒരുപാട് നടന്ന് പോകണം കേട്ടോ, നടക്കത്തില്ല ഞാൻ തോന്നിയ ദൂരമൊന്നും. പിന്നെ വണ്ടിയിലാണെങ്കിൽ വണ്ടിയിൽ കയറിയിരുന്ന് അങ്ങനെ പോകുന്നുണ്ട്. വലിയ കാറ്റൊന്നും അടിച്ചുകൂടാ, ശ്വാസം മുട്ടുള്ളതുകൊണ്ട്. വണ്ടി അങ്ങനെ വലുതായിട്ട് വെളിയിലൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ അങ്ങനെ പോവില്ല ഞാൻ.
കടയിൽ സാധനമൊക്കെ അയാളാണ് മേടിച്ചോണ്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരും. എല്ലാം ഞാൻ വിളിച്ച് പറയുള്ളൂ, എപ്പോഴും മേടിച്ചോണ്ട് വരും. അങ്ങനെയാണ് ചെയ്യണം. കൂടുതൽ ഞാൻ വെളിയിൽ ഇറങ്ങിയ സാധനങ്ങളൊന്നും അങ്ങനെ വലുതായിട്ട് മേടിക്കാൻ പോകില്ല. അതുകൊണ്ട് ഈ വീടിനകത്തിരുന്നുള്ള വീഡിയോ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വീട്ടിനകത്ത് ഈ വിളക്കകത്തുള്ള പിന്നെ കാണാൻ എന്ന് വെച്ചാൽ കാണാൻ ഇങ്ങനെയൊക്കെ തന്നെ, പ്ലാവ്, ചക്ക, അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ഉള്ളു. അടുത്ത വളയിലെ പ്ലാവിലെ ചക്കയിലും നോക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇവിടുത്തെ പ്ലാവിലെ ചക്കയാണെങ്കിൽ വിളഞ്ഞില്ല, ഇനിയും വിളയാനുണ്ടെന്നാണ് അവർ പറയണത്. ഒന്നും വിളഞ്ഞില്ല, വിളഞ്ഞ് വരണതേ ഉള്ളൂ. വിളഞ്ഞാൽ പക്ഷെ ഞാൻ തോനെയൊന്നും തിന്നൂല, കുറച്ചൊക്കെ കഴിക്കും. ഒറ്റയ്ക്ക് കഴിക്കണതായതുകൊണ്ട് എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. വെച്ചാൽ ഒറ്റയ്ക്ക് കഴിക്കണം. പിന്നെ അയാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അയാൾക്ക് പച്ച ചക്ക തന്നെയാണ് താല്പര്യം. പച്ച ചക്ക തിന്നാൻ ഇഷ്ടം പോലെ തിന്നും. നമുക്കത് താല്പര്യമല്ല. പച്ചയിലൂടെയും വലിയ താല്പര്യമില്ല. കറിയൊക്കെ വെച്ചാൽ കുറച്ചൊക്കെ കഴിക്കും എന്നല്ലാതുണ്ട്, വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷം. മഴ, പനി, ഒരുപാട് പേർക്ക് ഇപ്പോൾ പനിയൊക്കെ ഉണ്ട് അല്ലേ? എല്ലാവർക്കും പനിയും ചുമയും ഓരോ അസുഖങ്ങളാണിപ്പോൾ. ഒരുപാട് കൊച്ചുങ്ങളൊക്കെ മരിച്ച് പനിയൊക്കെ വന്നു. അതൊക്കെ കൊണ്ട് പനിയുടെ ഇതാണ് എല്ലായിടത്തും. അങ്ങനെയൊക്കെ അങ്ങ് പോണ്. ഇത്രയൊക്കെ ഉള്ളു വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.